മഴ ഒരു കട്ടനോ ചായ കിട്ടിയിരുന്നു. ആ നിവിൻ ബ്രോ, മഴ കണ്ട ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ എനിക്ക് മഴയത്തിറങ്ങി നടക്കാൻ ഇഷ്ടം. അതാകുമ്പോൾ ഞാൻ കരയുന്നതാരും കാണില്ലല്ലോ. അയ്യോ, എന്താ കരയണം? എന്ത് കരയണം? ഞാൻ കരയണമെന്ന് ആര് പറഞ്ഞു? പിന്നെ പട്ടി വാങ്ങും പോലെ കിടന്ന് വിളിച്ച ആൾക്കാർ കേൾക്കൂല. അതൊക്കെ കര. എന്നാലും ചാർലി ചാപ്ലിൻ എങ്ങനെ മഴയത്ത് കരഞ്ഞാണ്? ഈ മഴയത്ത് ഒരു ചൂട് ചായ അത് മുരിഞ്ഞ പരിപ്പോടെ ഇച്ചുണ്ടതി, അതല്ല ഒരു പൈന്റും ഒരു ബീഫ് ഫ്രൈയും ചുണ്ടതി. ചൂട് പൂച്ച ചിക്കൻ ബിരിയാണി ആയല്ല പയ്യ വണ്ടി കപ്പലണ്ടി അണ്ടി 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 കപ്പലണ്ടി ചൂട് കപ്പലണ്ടി ആയാല. മോളൂസേ, പുറത്ത് നല്ല മഴയാണല്ല. ചേട്ടന് ഇന്നും പോവാൻ പറ്റുമെന്ന് തോന്നല്ല കേട്ടോ. ഇന്നത്തെ കൂടി ഒരു ദിവസം കൂടി പ്ലീസ്. പ്രശാന്ത് ഏട്ടാ, ഈ മഴയത്ത് നല്ലൊരു ചൂട് ചായ കുടിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. പിന്നെ ഇങ്ങനെ നിന്നങ്ങനെ വണ്ടി ഇറക്കി കാരണം പോണ വഴിക്ക് റൈറ്റ് സൈഡിലൊരു ചായക്കടയാണ്. പിടിച്ചോ, അത് പിടിച്ചോ ചേട്ടാ. ഇവിടെ ഒരു ക്യൂട്ട് ചായക്കട ഉണ്ടായിരുന്നല്ലോ, അത് ഇന്നലെ മഴയത്ത് ഒലിച്ചു പോയല്ല. ഇവിടെ മൊത്തം വെള്ളപ്പൊക്കം കാണും. ഇവിടെ നിങ്ങളുടെ കാറൊക്കെ ഒലിച്ചു പോകും. വെള്ളപ്പൊക്കോ? ഇവിടെ നമുക്ക് വീട്ടിൽ പോയല്ല. അതെ, ചായ കുടിക്കാൻ വന്നാൽ നമ്മൾ വേറെ ചായ കുടിച്ചിട്ട് പോകും. ഈ നാട്ടിൽ വേറെ കടയില്ലാഞ്ഞിട്ടാണ്. വണ്ടി എടു അണ്ണാ, നമ്മുടെ പാപ്പന ജംഗ്ഷനിൽ അടിപൊളി ചായക്കട ഉണ്ട്. ബെസ്റ്റ് ചായയാണ്. അത് ഇവിടെ 20 കിലോമീറ്റർ ഉണ്ടോ? 20 കിലോമീറ്റർ പോയാൽ നല്ല അടിപൊളി ചായ കുടിച്ചുകൂടെ? ശരി, വിട് വിട്. അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ കട. എടാ, ഇതിന് വാതിലില്ലടാ. ഇന്ന് കട അവധിയാണ്. അതിനെന്താ, ഇതിന് തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി ചായ കുടിക്കാൻ നമ്മളൊന്ന് വീട്ടിൽ പോകില്ലല്ലോ. ഹലോ അണ്ണാ, നിങ്ങളിത് എവിടെ? 2-3 ദിവസമായല്ല, നിങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തിരിക്കുന്നതാ വീട്ടുകാർ. നിങ്ങളിത് എവിടെയാണ്? ഒരു പിടുത്തമില്ലടാ. ഒരുത്തൻ്റെ കൂടെ ചായ കുടിക്കാൻ ഇറങ്ങിയത് 2 ദിവസമായി. ഇത് ഏത് നാടാണെന്നൊരു പിടുത്തവും ഇല്ല. എന്തായാലും ഇത് കേരളമല്ല. ചായ അണ്ണാ, ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് ഏതൊന്നും പിടികിട്ടിയില്ല. ചായ പിടി. എൻ്റെ ബുദ്ധിപരമായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഈ ജിലേബി കണക്കുള്ള അക്ഷരം കന്നഡയാണെന്ന് തോന്നുന്നു. ഇവിടെ കർണാടക.